അല്ലെങ്കിൽ RX റിവ്യൂ ചെയ്യാൻ വന്നിട്ട് വണ്ടിയുടെ എക്സോസ് കൊണ്ട് കേൾപ്പിച്ചില്ലെങ്കിൽ അത് ഭയങ്കര മണ്ടത്തരായിപ്പോൾ. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഹൈറ്റിലോട്ട് ഇങ്ങനെ പൊങ്ങിയാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഫ്രണ്ടിൽ 2 ഇഞ്ച് സസ്പെൻഷൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ മോട്ടോ ക്രോസിൻ്റെ ടയറാണ് വരുന്നത്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടും ബാക്കും ഷോഗൻ്റെ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാൻഡിൽ ബാറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ RXനൊക്കെ സെറ്റ് ചെയ്യുന്ന നല്ല അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡോമിനറിൻ്റെ ഗ്രീനുമായിട്ട് ചെറിയൊരു സാമ്യമുള്ള കളറാണ് കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ഒരു മോഡിഫിക്കേഷൻ റിവ്യൂസൊക്കെ ചെയ്തിട്ട്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. വണ്ടി കിട്ടാത്തതുകൊണ്ടാണ്. വണ്ടിയൊക്കെ കിട്ടാൻ പണ്ടത്തെ പോലെയൊന്നും അല്ല, അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന പോലെയൊന്നും അല്ല, ഭയങ്കര പാടാണ് വണ്ടിയൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു RX 135ൻ്റെ റീസ്റ്റോറേഷൻ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏർലി മോർണിംഗ് ആണ്, ഒരു 8 മണി ആയതേ ഉള്ളൂ. ഇവിടെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഓണർഷിപ്പ് റിവ്യൂ ചെയ്ത ഒരു 3 RX 135 ഉണ്ടായിരുന്നു. 3 വണ്ടി ഒരുമിച്ച് നമ്മളൊരു ഓണർഷിപ്പ് റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വണ്ടി ജസ്റ്റ് പെയിൻ്റൊക്കെ മാറ്റി റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ളി റീസ്റ്റോർഡ് ആയിട്ടുള്ള RX 135. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഓണർഷിപ്പ് റിവ്യൂസിൽ ചെയ്ത ഒരു വണ്ടിയിൽ ഒന്നാണ് ഇത്. ഈ വണ്ടി മെയിനായിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ ചോദിക്കാനുള്ള കാരണം ഇതിൻ്റെ പെയിൻ്റാണ് കേട്ടോ. കാരണം RX നമ്മൾ റീസ്റ്റോർ ചെയ്ത ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കളറ് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി പ്രത്യേകം ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. മെറ്റാലിക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട്, മെറ്റാലിക് ഗ്രീൻ എന്ന് പറയാൻ പറ്റുന്ന രീതിക്കുള്ളൊരു കളറാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡോമിനറിൻ്റെ ഗ്രീനുമായിട്ട് ചെറിയൊരു സാമ്യമുള്ള കളറാണ് കേട്ടോ. മെറ്റാലിക് ഗ്രീൻ എന്ന് പറയാൻ പറ്റും. നല്ല ഗ്ലോസിയാണ്. നിങ്ങൾ ക്യാമറയിൽ കൂടെ എത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. അപ്പോൾ വണ്ടി കംപ്ലീറ്റ് ഫുള്ളി 90% പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഭയങ്കര ക്യാച്ചിങ് ആയിട്ടാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. നമ്മൾ അന്ന് ചെയ്തപ്പോഴത്തേക്ക് വണ്ടി ഈ കളറല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു ഫോട്ടോ ഏതാണെന്ന് ഞാൻ ഇപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിൽ കാണിച്ചേക്കാം. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഉള്ള ലുക്സും കാര്യങ്ങളൊക്കെ ഇതാണ്. ഒരു 90% നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഷോഗൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലേക്ക് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് SD ഹെഡ്ലൈറ്റാണ് കേട്ടോ. അതിൽ നമ്മുടെ ഒരു ബ്ലാക്ക് ഫ്രെയിം പോലെ ഇവിടെ ഇങ്ങനെ ഗ്രീനിൻ്റെ പുറത്തായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലാക്കും ഗ്രീനും കൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഓഫ് റോഡറായിട്ടൊക്കെ തോന്നും. കാരണം നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഹൈറ്റിലോട്ട് ഇങ്ങനെ പൊങ്ങിയാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഫ്രണ്ടിൽ 2 ഇഞ്ച് സസ്പെൻഷൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ മോട്ടോ ക്രോസിൻ്റെ ടയറാണ് വരുന്നത്. നല്ല അത്യാവശ്യം ഓഫ് റോഡ് ടയർ പോലെ ഇരിക്കും. നമ്മൾ എക്സ്പൾസിൽ ഹിമാലയനിലൊക്കെ ഇടുന്ന പോലെ അത്യാവശ്യം ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ടയറിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഗ്രിപ്പ് മോട്ടോ ക്രോസിൻ്റെ ടയറിൻ്റെ ഗ്രിപ്പൊക്കെ വരുന്നത് കേട്ടോ. നല്ല രസമാണ് വണ്ടി സൈഡിൽ നിന്നൊക്കെ കാണാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടും ബാക്കും ഷോഗൻ്റെ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പീസൊക്കെ നമ്മുടെ പുതിയതാണ് കേട്ടോ. ഇത് 90% എല്ലാ വണ്ടി പുതിയതാണ്. അന്ന് ഇത്രയും പാർട്സ് ഒന്നും ഇല്ലായിരുന്നു വണ്ടിയിൽ. അത്യാവശ്യം പഴക്കം ചെന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ നമ്മുടെ ഷോഗൻ്റെയാണ് വരുന്നത്. നമ്മുടെ ഹാൻഡിൽ ബാറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ RXനൊക്കെ സെറ്റ് ചെയ്യുന്ന നല്ല അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലും ബ്ലാക്ക് ഒന്നും അല്ല കേട്ടോ. നല്ലൊരു ഗ്രേ വന്നിട്ട് അത് ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ക്വിക്ക് ത്രോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു എക്സോസ് നോട്ടാണല്ലോ മെയിൻ. അപ്പോൾ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ എക്സോസ് നോട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. RX 5 സ്പീഡിൻ്റെ സ്വിച്ച് സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ ഈ ലിവറും കാര്യങ്ങളൊക്കെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്ററിൻ്റെയൊക്കെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് രണ്ടും പുതിയതാണ് കേട്ടോ സെറ്റ് ചെയ്തത്. ഓവറോൾ ലുക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്യാച്ചിങ് ആണ്. താഴോട്ടൊക്കെ വരുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഈ ഒരു പോർഷനൊക്കെ അത്യാവശ്യം നല്ലോണം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഈ ഒരു പോർഷനും എഞ്ചിൻ്റെ ഈ ഒരു കവറും പാർട്സും കാര്യങ്ങളൊക്കെ ഗ്ലോസി ഗ്രേ എന്നൊക്കെ ആ ഒരു ഫിനിഷ് കിട്ടുന്ന രീതിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഡോമിനറിൻ്റെ ഗ്രീനുമായിട്ട് അത്യാവശ്യം എവിടെയൊക്കെ ഒരു സാമ്യമുണ്ട്. പക്ഷേ അത്ര ഡാർക്കല്ല, കുറച്ചുകൂടെ ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ ആ ഒരു എക്സാക്റ്റ് കളർ അറിയാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ടാങ്കിലും ഈ ഒരു പീസിലും പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലുമാണ് ആ ഒരു ഗ്രീൻ കളർ വരുന്നത്.
പിന്നെ ഇത് ഇവിടെ സസ്പെൻഷൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു മെറ്റൽ പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷനൊക്കെ തരും. അത്യാവശ്യം ഒരു ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഈ ബാക്കിലുള്ള സാധനത്തിന് ഡാമേജ് ഒന്നും വരാത്ത രീതിക്ക് ചെറിയ പ്രൊട്ടക്ഷനുണ്ട്. പിന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ലുക്കും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് രണ്ട് സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരു എക്സ്പൾസ് റിവ്യൂ ചെയ്തതിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് സ്റ്റമ്പിന് നല്ല ഒരു സൈസ് ഉള്ളതായിട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു സസ്പെൻഷനാണ് അത്യാവശ്യം ഒരു കളർ ചേഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ലോണം സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ലോണം ഒന്ന് അറിയാൻ പറ്റും, നെറിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫീനിക്സിൻ്റെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വരുന്ന RX-നൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനാണ്. ഏകദേശം ഒരു 1600 അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സൈഡ് ലുക്ക് ഇതാണ്. സ്പോക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി വണ്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്ലോസി ഗ്രേ ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും. ആ സെൻറ്റർ പോർഷനിലും രണ്ട് സൈഡിലും കാണാൻ പറ്റും. പിന്നെ ബ്രേക്ക് ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കാരിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ അത്യാവശ്യം വണ്ടി ഭയങ്കര നീറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയിൽ എടുത്ത് പറയാൻ വേണ്ടിയുള്ളത്. വേറെ വണ്ടി ഇപ്പോൾ 4 സ്പീഡാണ്. പക്ഷേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മുടെ 5 സ്പീഡിൻ്റെയാണ് ചെയ്തേക്കുന്നത്. RX 135 ആണ്. വണ്ടി ഓൺ പവറാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ RX 135 അല്ലെങ്കിൽ RX റിവ്യൂ ചെയ്യാൻ വന്നിട്ട് വണ്ടിയുടെ എക്സോ സൗണ്ട് കേൾപ്പിച്ചില്ലെങ്കിൽ അത് ഭയങ്കര മണ്ടത്തരായി പോകും. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എക്സോ സൗണ്ട് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ RX 135ൻ്റെ ഓണർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. ബ്രോ എന്തായാലും പേരെന്ന് പറഞ്ഞോ? അഭിഷേക്. അപ്പോൾ അഭിഷേക് നമ്മുടെ നാട്ടുകാരനും കൂടെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ ബ്രോ ഇതിപ്പോൾ ടോട്ടലി എത്ര ആയിട്ടുണ്ട്? 35-40 വരെ ആയിട്ടുണ്ട്. 35-40 വരെയായിട്ട് അപ്പോൾ മൊത്തം ആയിട്ടുണ്ടല്ലേ? പെയിൻറ്റിങ്ങിന് മാത്രമായിട്ട് 12,500 ഈ ഒരു ഗ്രീനും പിന്നെ നമ്മളെ എഞ്ചിൻ്റെ ആ ഒരു താഴെ വരുന്ന പോർഷനൊക്കെ മൊത്തത്തിൽ ഒരു 12,500 ആയിട്ടുണ്ട്. പിന്നെ പാർട്സൊക്കെ വേറെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാക്ക് കാരിയറും ലൈറ്റൊക്കെ ആണല്ലേ? മിക്കുള്ള പാർട്സ് മാറ്റിയിട്ടുണ്ട്. അകത്തുള്ള കാര്യം പാർട്സിന് മാത്രമായിട്ട് എത്രയായി പെയിൻറ്റിങ് അല്ലാതെ? എല്ലാം കൂടെ എടുത്തപ്പോൾ ഏകദേശം 11 രൂപയായി. കിക്ക് ത്രോട്ടിലൊക്കെ പക്ക വർക്കിംഗ് ആണോ? കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. പിന്നെ ഇത് നമ്മുടെ 5 സ്പീഡിൻ്റെ സ്വിച്ച് സെറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ? ഇപ്പോൾ ഇതുവരെ വണ്ടി എടുത്തതിൽ വണ്ടിയുടെ കോസ്റ്റും ഒരു എന്താണ് സർവീസ് കോസ്റ്റും ഇതുവരെയുള്ള ഈ രജിസ്ട്രേഷൻ എല്ലാം കൂടെ എത്ര ആയിട്ടുണ്ട് ഒരു ഏകദേശം? എല്ലാം നല്ല രീതിക്ക് ആയിട്ടുണ്ടല്ലേ? അപ്പോൾ ബ്രോ വണ്ടി ഇപ്പോൾ നല്ല സെറ്റ് പവറാക്കിയിരിക്കുകയാണല്ലേ? ഈ ഒരു കളർ ചെയ്യണമെന്ന് എങ്ങനെയാണ് തോന്നിയത്? ഗ്രീൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഡോമിനറിലെ ഗ്രീൻ കണ്ട് ഇൻസ്പയർഡ് ആയതാണ് അതെ വേറെ എന്തെങ്കിലും? വേറൊരു വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അധികം കണ്ടിട്ടില്ല. ഗ്രീൻ അങ്ങനെ ശരി കണ്ടിട്ടില്ല. ചെറിയ ബ്ലൂവും മറ്റേ സിയാൻ ബ്ലൂ അങ്ങനെയൊക്കെയുള്ള ബ്ലൂ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ചെയ്യാൻ എന്താണ് ആഗ്രഹമുണ്ടോ? ഡിസ്ക് ചെയ്തിട്ടില്ല അല്ലേ? ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഡിസ്ക്? പിന്നെ ചേമ്പർ ഉണ്ടായിരുന്നു, ചേമ്പർ ഊരി മാറ്റിയല്ലേ? ഓക്കെ. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഇനി വരുവാണെങ്കിൽ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ മച്ചാനെ താങ്ക്സ്. ഓക്കെ. പിന്നെ വണ്ടിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കിയെല്ലാം വണ്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വണ്ടി കാണാൻ ഭയങ്കര നൈസാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ റോഡിലേക്ക് കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും വണ്ടി നല്ല ഐ ക്യാച്ചിങ് ആണ്. എല്ലാവരും വണ്ടിയിൽ നോക്കും. പിന്നെ RX ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും ഒന്ന് നോക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. വണ്ടിയൊക്കെ ഇത്രയും നല്ലോണം രജിസ്റ്റർ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവരും വണ്ടിയിൽ നോക്കും. അതെ, ഇതാണ് സൈഡ് ലുക്കൊക്കെ വരുന്നത്. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. എല്ലാം ഞാൻ എടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്കൊക്കെ വരുന്നത്. ഓക്കെ. ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ RX-ൻ്റെ 135ൻ്റെ എക്സോസ് നോട്ട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. നേരിട്ട് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഭയങ്കര സൗണ്ടാണ്, നല്ല രസമാണ്. ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നും. വണ്ടി ചാവി ഓഫ് ചെയ്യാൻ തോന്നത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ RX 135ൻ്റെ രജിസ്ട്രേഷൻ റിവ്യൂ എന്ന് പറയുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ഓണറിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണറിൻ്റെ അബിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഈ വീഡിയോ താഴെ ഞാൻ കൊടുത്തേക്കാം. പിന്നെ വേറെ ഒന്നും പറയാനില്ല. വണ്ടി നല്ല പവറാണ്. എപ്പോഴും പറയാറുള്ള പോലെ ഒരേ ഒരു രാജാവ് എന്നൊക്കെ പറയാൻ പറ്റുന്നതല്ല,
രാജാവ് തന്നെയാണ് RX എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.